ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയായി മാത്രം ഞാനിതിനെ കാണുന്നു. എന്തുകൊണ്ടെന്നാൽ നവോത്ഥാന സമിതിയുടെ ജീവാത്മാവും പരമാത്മാവുമായി നിന്ന ഒരു സംഘടനയാണ് വിളക്കിത്തല നായർ സഭ എന്ന് പറയുന്നത്. ഇന്ന് വിവിധ സംഘടനകൾ വന്നതിൽ സന്തോഷം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും സംഘടനകളെ എത്തിയതിലും വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ഇവിടെ നവോത്ഥാന നായകന്മാരെ പറ്റി പറയുമ്പോൾ ഇവിടെ അംഗീകരിക്കാതെ പോകുന്ന എത്രയോ പ്രാവശ്യം ഞാൻ ഈ ബഹുമാനപ്പെട്ട നവോത്ഥാന സമിതിയുടെ ആരാധ്യരായ നേതാക്കന്മാരോട് പറഞ്ഞതാണ്. 140 നായർ സമുദായങ്ങളുണ്ട്. ഈ 140 നായർ സമുദായങ്ങളെയും ഏകോപിപ്പിച്ച് ആദ്യത്തെ നായർ സംഘടന ഉണ്ടാക്കിയതും അതിലുപരി കേരളത്തിലെ ആദ്യത്തെ സമുദായ സംഘടന, അതിനുശേഷം മാത്രമേ SNDP ഉണ്ടായിട്ടുള്ളൂ, സാധുജന പരിപാലന സംഘം ഉണ്ടായിട്ടുള്ളൂ, എക്സോർവ എല്ലാം ഉണ്ടായിട്ടുള്ളൂ. ആ സംഘടന ഉണ്ടാക്കിയ സർവശ്രീ സ്വർഗീയ ഷടാനന്ദൻ നായരുടെ പേരിലുള്ള ഒരു സ്മാരകം നിർമ്മിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് അതിനെപ്പറ്റി ഒന്നുമില്ല. ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞുമോൻ സാറ് ഇവിടെ പറയേണ്ട, അതിനെ തുടർന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് പിന്നാക്ക സംഘടനകൾ മാത്രമല്ല കൊടുത്തിട്ടുള്ളത്, പട്ടികജാതി പിന്നാക്ക സംഘടനകളാണ് കൊടുത്തിട്ടുള്ളത്. ഞാനാണ് അതിന് 110 സെന്റ് കണ്ടെത്തി സർക്കാരിനോട് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ, ഇവിടുത്തെ പാവപ്പെട്ട പട്ടികജാതി പിന്നാക്ക സംഘടനകൾ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ സർക്കാർ പറയുന്നത് നിങ്ങൾ കണ്ടെത്തിക്കൊണ്ടുപോകാണ്. പക്ഷേ ഇവിടുത്തെ NSSO SNDP ആവശ്യപ്പെടുമ്പോൾ ഇതൊന്നും പറയാറില്ല. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പൊ KM മാണിക്ക് വേണ്ടിയിട്ട് കൊടുത്തത് KM മാണിയുടെ കുടുംബക്കാർ കണ്ടെത്തിക്കൊണ്ട് വന്നിട്ടാണ്, അല്ലല്ലോ. അപ്പോൾ ഇത്തരക്കാരെല്ലാവരും കൂടെ ചേർന്ന് കൊടുത്തിരിക്കുന്ന ആ ഭൂമി ഇന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ മുമ്പേ ഇരിക്കുന്ന ഒരു വിഷയമാണ്. അത് അളന്ന് തിട്ടപ്പെടുത്തി പോയിരിക്കുന്ന വിഷയമാണ്. ഇത്രയും നവോത്ഥാന നായകന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു ആസ്ഥാന മന്ദിരമായിട്ട് അവിടെ പണിയാനും ഈ നവോത്ഥാന നായകന്മാരിൽ ഇവിടെ എല്ലാവരും പറഞ്ഞല്ലോ 15 വർഷം ഓരോ നവോത്ഥാന നായകന്മാരും ഒക്കെ ശ്രീമൂലം പ്രജാസഭയിൽ ഇരുന്നത്. സർവശ്രീ ഷടാനന്ദൻ നായരെ പറ്റി ആരെങ്കിലും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എനിക്ക് പറയണം സാർ. അല്ലല്ല